വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ്. നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഒരു മീൻ കറി നോക്കിയാലോ. നമ്മളന്ന് മാന്തളിൻ്റെ ഫ്രൈ കാണിച്ചില്ലേ, അപ്പോൾ അതിൽ ബാക്കിയുള്ള അതേ മീൻ കൊണ്ടായിരുന്നു കറി വെച്ചത്. പക്ഷെ അത് എഡിറ്റ് ചെയ്യാനും വീഡിയോ ഇടാനൊക്കെ കുറച്ച് ദിവസം വൈകിയതാണ്. അന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ മാന്തളാണ് മീൻ എടുത്തിട്ടുള്ളത്. മാന്തൾ നല്ല അടിപൊളിയാണ്, കറിയായിട്ടങ്ങ് ചേരും ശരിക്കും. നമ്മൾ കുറച്ച് ചുമന്നുള്ളി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 2 ഇടത്തരം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, മല്ലിയില കുറച്ച്, പിന്നെ നമ്മുടെ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചത്, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ, കുറച്ച് ഒരു 5-6 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടത്. ഇത് വീട്ടിലുണ്ടാക്കിയ കുടംപുളി ആയതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാണ്. പിന്നെ മസാലപ്പൊടി, എൻ്റെ മുളകാന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ, വലിയ എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ ഒരു 4 ഹീപ്ഡ് ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 4 ഫുള്ള് ടീസ്പൂണ്. നിങ്ങളുടെ മുളകിൻ്റെ എരിവ് അനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകം ഒരു 1/4 ടീസ്പൂൺ മതി, 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കടുകും ഉലുവയും ഒപ്പെടുത്തിട്ട് വറുത്ത് പൊടിച്ചത്. നമ്മൾ മീൻ കറിയിലൊക്കെ എപ്പോഴും ഇടുന്ന കാണിച്ചിട്ടുണ്ടല്ലോ മുൻപ്. ഒരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഏതെങ്കിലും ഒരു ഫിഷ് മസാല ഒരു ഹീപ്ഡ് ടീസ്പൂണും എടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ മസാലപ്പൊടികൾ. എല്ലാം റെഡിയാണ്. നമുക്കിനി ഒരു ചീനച്ചട്ടിയോ ഇരുമ്പും ചട്ടിയോ ഉരുളിയോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മതി. ഉലുവയൊക്കെ ഒന്ന് പൊട്ടി മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത ചുമന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എടുത്തതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ആദ്യം ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് നല്ല മണം വരുമ്പോൾ നമ്മുടെ ചെറുതാക്കി അരിഞ്ഞ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയിട്ട്, വലിയ ഉള്ളി ഇട്ട പാടെ എപ്പോഴും കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വാടി കിട്ടും. കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് അങ്ങ് വാടും ഉള്ളി. ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം ഇങ്ങനെ വാടി വരുന്നുണ്ട്. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഒരു ഇടത്തരം ഒരു 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. അതരിഞ്ഞ് നമുക്ക് ഉള്ളിയൊക്കെ വാടിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ തക്കാളിയൊക്കെ മൂത്ത് നല്ല പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്തിട്ടൊരു ബൗളിലാണ് എടുത്ത് വെച്ചിട്ടില്ല. നമുക്കത് ഒന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാലപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് നല്ല സ്മെല്ല് വരട്ടെ. അതുവരെ ചെറിയ ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മുടെ വാളംപുളിയുടെ വെള്ളം, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി കുറച്ചൊരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതൊന്നങ്ങ് തുള്ളി വരുമ്പോൾ നമ്മുടെ കുടംപുളിയുടെ കഷ്ണങ്ങൾ, ഞാൻ കുടംപുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കില്ല, കഷ്ണങ്ങൾ മാത്രം. ആ കുടംപുളി അതിന് പിന്നെ എടുത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്, അതുകൊണ്ട് ഇടുന്ന. ഞങ്ങൾ ശരിക്കും മലപ്പുറം സൈഡിൽ വാളംപുളി മാത്രമേ ഉപയോഗിക്കലുള്ളൂ, പക്ഷെ കുറച്ച് കുടംപുളിയും കൂടി ഇട്ട അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ അതൊക്കെ നന്നായിട്ടൊരു 2-3 മിനിറ്റ് തിളയ്ക്കട്ടെ. മീനിട്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് അധികം വേവാൻ പാടില്ല, മീൻ ഉടഞ്ഞു പോവും. മീനിട്ട് കൊടുക്കുക പതുക്കെ. താഴ്ത്തി പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുക, അപ്പോൾ നിങ്ങളെ മേലേക്ക് തെറിക്കില്ല. പിന്നെ നമ്മുടെ ചട്ടകം കൊണ്ട് നമുക്ക് പതുക്കെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എല്ലാം കറിയുടെ അടിയിലേക്കാവുക. ശേഷം നമ്മൾ കടുകും ഉലുവയും വറുത്ത് കുറച്ച് പൊടിയും കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും നമ്മൾ അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില നിങ്ങളുടെ ചോയ്സാണ്. ചിലവർക്ക് മീൻ കറിയിൽ ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെ ആകുമ്പോൾ ഇടണ്ട കേട്ടോ. നിങ്ങൾക്ക് മല്ലിയില മീൻ കറിയിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഉലുവ വറുത്ത് പിടിച്ചത്, കറിവേപ്പില, മല്ലിയില, പിന്നെ വെളിച്ചെണ്ണ ഇതായിട്ട് കൊടുത്തത്. ചിലവർ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കും, ഒരു ഫ്ലേവർ. നല്ല സൂപ്പർ ഫിഷ് കറി റെഡിയാണ്. ഇത് ചോറിൻ്റെ കൂടി അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പത്തിന് ഉപയോഗിക്കരുത്, കുറച്ച് ഇരുന്നിട്ട് ഉപയോഗിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.